പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ്. നേതാവ് നിഷ്പക്ഷനാവണം, വ്യക്തിമോഹമില്ലാത്തവനും. ഈ വിഷയത്തിൽ സ്വാമിജിയുടെ വിലയേറിയ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. പക്ഷപാതമാണ് അനർത്ഥത്തിൻ്റെ മുഖ്യ കാരണമെന്നറിയുക. അതായത്, മറ്റുള്ളവരിൽ വെച്ച് ഒരാളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയാണെങ്കിൽ ശേഷിച്ചവർ ഉറപ്പാക്കും നിങ്ങൾ ഭാവി പ്രശ്നങ്ങൾക്കുള്ള വിത്തു വിതയ്ക്കുകയാണെന്ന്. കൂടിയതും കുറഞ്ഞതുമായ സ്നേഹം എന്ന പരിഗണനയുണ്ടാകുന്നില്ലെങ്കിൽ അയാൾ ഒരിക്കലും ഒരു നേതാവാകില്ല. ആരുടെ സ്നേഹമാണോ അന്തമില്ലാത്തതായും നിർത്തിയല്ലാത്തതും കൂടിയതും കുറഞ്ഞതുമെന്ന പരിഗണനയില്ലാത്തതുമുള്ളത്, ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ വീഴും. അവരവരുടെ ഏറെക്കുറെ മുഴുവൻ സ്നേഹവും എനിക്ക് നൽകുന്ന ആളുകളെ ഞാൻ കാണുന്നു. പക്ഷേ തിരിച്ച് ഞാൻ അവർക്കാർക്കെങ്കിലും എൻ്റേന്ന് മുഴുവൻ കൊടുക്കരുത്. അങ്ങനെ വന്നാൽ അന്നത്തോടെ എൻ്റെ പ്രവൃത്തിയെല്ലാം വിഫലമാകും. എന്നിട്ടും വ്യക്തിപരമല്ലാത്ത കാഴ്ചപ്പാടുകളെ വിശാലബോധമില്ലാതെ ചിലർ അത്തരത്തിൽ സ്നേഹം തിരികെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്വയം നിഷ്പക്ഷനായിരിക്കെ തന്നെ സാധ്യമായത്ര ആളുകളുടെ സ്നേഹം എനിക്കു ലഭിക്കേണ്ടത് എൻ്റെ പ്രവർത്തനത്തിന് തീർച്ചയായും അനിവാര്യമാണ്. അതല്ലെങ്കിൽ അസൂയയും വക്കാണവും എല്ലാം തകർത്ത് കളയും. നേതാവ് തികച്ചും വ്യക്തികൾക്ക് അതീതനായിരിക്കണം. ജനങ്ങളെ ഒന്നിപ്പിക്കുകയും അനുഭാവവും സഹിഷ്ണുതയും കൊണ്ട് അവരെ രൂപപ്പെടുത്തുകയും ചെയ്യുക. ഒരാൾ ഏതെങ്കിലും സഹോദരനെ കുറിച്ച് മോശം കാര്യം സംസാരിക്കാൻ വരുന്നെങ്കിൽ അത് കേൾക്കുന്നത് പാടെ നിരസിക്കുക. അത് കേൾക്കുന്നത് പോലും വലിയ പാപമാണ്. അതിൽ ഭാവി പ്രശ്നങ്ങളുടെ അണുക്കൾ കിടക്കുന്നു. അതിലെല്ലാം ഉപരി എല്ലാവരുടെയും പോരായ്മകളെ സഹിക്കുക. ലക്ഷോപലക്ഷങ്ങളുടെ തെറ്റുകൾ പൊറുക്കുക. നിങ്ങൾ നിസ്വാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കുകയാണെങ്കിൽ എല്ലാവരും പരസ്പരം സ്നേഹിക്കും. ഒരാളുടെ താല്പര്യം മറ്റുള്ളവരുടെ താല്പര്യത്തെ ആശ്രയിച്ചാണ് അവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നതോടെ അവരെല്ലാം തന്നെ അസൂയയെ ഉപേക്ഷിക്കും. സംയുക്തമായി എന്തെങ്കിലും ചെയ്യുക എന്നത് നമ്മുടെ ദേശീയ സ്വഭാവത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ആവേശത്തിന് വളരെ ശ്രദ്ധയോടെ തുടക്കം കുറിക്കാൻ തയ്യാറാകണം. ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. ചിലർ നയിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. നയിക്കാൻ ജനിച്ചവരല്ല എല്ലാവരും. മികച്ച നേതാവ് എന്തായാലും ഒരു കുഞ്ഞിനെ പോലെ നയിക്കുന്നവരാണ്. ഒരു കുഞ്ഞ് എല്ലാവരെയും ആശ്രയിച്ചതാണ് കഴിയുന്നതെങ്കിലും ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രാജാവാണ്. ഏറ്റവും കുറഞ്ഞത് എൻ്റെ ചിന്തയിലെങ്കിലും അതാണ് രഹസ്യം. ഉയർന്നു വരുന്ന അസൂയയാണ് എല്ലാം നശിപ്പിക്കുന്നത്. 100 വർഷം മുമ്പ് തൻ്റെ രാഷ്ട്രം സായിപ്പിൻ്റെ കാൽക്കീഴിൽ അടിമത്വത്തിൽ ജീവിക്കുമ്പോൾ ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാടിനെ എത്ര വിശാലമായ ഭാഷയിലാണ് സ്വാമിജി നോക്കിക്കണ്ടത്. എല്ലാ കാലത്തേക്കും ലോകത്തിലെ എല്ലാ സമൂഹത്തിലുമുള്ള നേതാക്കന്മാർ ഇങ്ങനെയായിരിക്കണം എന്ന വ്യക്തമായ സന്ദേശം നൽകുമ്പോൾ നേതാവ് കുഞ്ഞിനെപ്പോലെ നയിക്കുന്നവനാവണം, നിഷ്കളങ്കമായി. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ? എന്തുകൊണ്ട്? കുഞ്ഞുങ്ങളുടെ സ്വതസിദ്ധമായ ഭാവം നിഷ്കളങ്കതയാണ്. അത് നമ്മുടെ വീട്ടിലെ കുട്ടി, അടുത്ത വീട്ടിലെ കുട്ടി, അമേരിക്കയിലെ കുട്ടി എന്ന വ്യത്യാസമൊന്നുമില്ല. ലോകത്തിൽ ഏത് ദേശത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാ മനുഷ്യന്മാരും സ്നേഹിക്കുന്നത് ആ കുട്ടിയുടെ നൈസർഗിക ഭാവം നിഷ്കളങ്കതയായതുകൊണ്ടാണ്. ഈ നിഷ്കളങ്കതയോടും സത്യസന്ധതയോടും കൂടി നിങ്ങൾ അസൂയയില്ലാതെ ആരോടും കൂടുതൽ സ്നേഹം കാണിക്കുകയും കൂടുതൽ സ്നേഹം കൊടുക്കാതിരിക്കുകയും സ്നേഹം കുറച്ച് കൂടുതൽ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയണം. ഒരാശയത്തിൻ്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധമുണ്ടാവണം. നമ്മളെ ബന്ധിപ്പിക്കുന്നത് 2-3 ഘടകങ്ങളാണ്. അതിലൊന്ന് രക്തബന്ധങ്ങളാണ്, കുടുംബ ബന്ധങ്ങൾ. 2 നമ്മുടെ ജാതി ബന്ധങ്ങളുണ്ടാവാം, മതബന്ധങ്ങളുണ്ടാവാം. പക്ഷെ ഇതിനേക്കാൾ എല്ലാം ഉദാത്തമായ ബന്ധമാണ് ഒരു ആദർശ ബന്ധം എന്ന് പറയുന്നത്. എൻ്റെ മതത്തിൽപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ അവൻ എൻ്റെ മതത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ അവരുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടും. അത് കേവലം മതത്തോടുള്ള സ്നേഹമാണ്.
എന്നാൽ ഒരു ദർശനത്തോടുള്ള സ്നേഹം. കാരണം ഞാനും അവനും ചേർന്നുകൊണ്ട് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ രൂപപ്പെടുത്തുന്നു. അഥവാ എൻ്റെ ധർമ്മത്തെ, എൻ്റെ സംസ്കാരത്തെ, എൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ ഈ ദർശനം ഞങ്ങളെ ഒന്നിപ്പിക്കുന്നു. അവിടെയാണ് കന്യാകുമാരിയിലോ കാശ്മീരിലോ ജീവിക്കുന്നത് എന്ന വ്യത്യാസമില്ലാതെ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നത്. ഇത്തരം ഉദാത്തമായ നേതൃനിരയെക്കുറിച്ചാണ് സ്വാമിജി 100 വർഷം മുമ്പ് നമ്മളോട് ഉദ്ഘോഷിച്ചത്. നാളെ അദ്ദേഹം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: യഥാർത്ഥ അധ്യാപകത്വം. എന്താണ് അധ്യാപകൻ? ആരാണ് അധ്യാപകൻ? എങ്ങനെയായിരിക്കണം അധ്യാപകൻ? വളരെ ബൃഹത്തുമായ അദ്ദേഹത്തിൻ്റെ അമൃതവചനങ്ങളെ നമുക്ക് നാളെ ശ്രവിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.